ഹലോ ഡിയർ സ്റ്റുഡൻസ്, CSEB എക്സാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് അക്കൗണ്ടൻസി. നമുക്കറിയാം 20 മാർക്കാണ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ യൂണിറ്റായ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് യൂണിറ്റാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി. സോ നമുക്കാദ്യം ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, എന്താണ് അക്കൗണ്ടിങ് എന്ന് പഠിക്കാനുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകളെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസുകളെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ആർക്കൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സുകളെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ടെർമിനോളജികളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. സോ ഇത്രയും കണ്ടൻ്റാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ പോയിന്റും 1 by 1 ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ഓർ അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയുടെ അഥവാ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ്. അതേ ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. ലൂക്ക പാസിയോളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, ലൂക്ക പാസിയോളി. അതേ ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നമുക്കിനി നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങിൽ പറയുന്നത്? അക്കൗണ്ടിങ് ഒരു പ്രോസസ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പൊതുവേ പറയാറുണ്ട് ലൈഫ് ഈസ് എ പ്രോസസ്സ്, ജീവിതം ഒരു പ്രക്രിയ എന്ന് പറയാറുണ്ട് അല്ലേ. കാരണം നമ്മൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. ബാല്യം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മൾ ലൈഫിനെ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിനെ നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡിഫറൻറ്റ് സ്റ്റേജുകളിലൂടെ, വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അക്കൗണ്ടിങ്ങിൽ പോവേണ്ടി വരും. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൽ ഉള്ള സ്റ്റേജുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും അക്കൗണ്ടിങ്ങിൽ? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, ദെൻ സമ്മറൈസിങ്, ദെൻ അനലൈസിങ്, ദെൻ ഇൻ്റർപ്രറ്റിംഗ്, ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും സ്റ്റേജിലൂടെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ കടന്നു പോകേണ്ടി വരിക. ഓക്കെ, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസിങ്, ഇൻ്റർപ്രിട്ടേഷൻ, ദെൻ കമ്മ്യൂണിക്കേഷൻ. ഇനി അക്കൗണ്ടിങ്ങിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണ് സമ്മറൈസ് ചെയ്യുന്നത്, എന്താണ് അനലൈസ് ചെയ്യുന്നത്, എന്താണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ ഹാവിങ് മോണിറ്ററി വാല്യൂ ആർ കാൾഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. മോണിറ്ററി വാല്യൂയിലുള്ള പണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അളക്കാൻ കഴിയുന്ന, പ്രകടിപ്പിക്കാൻ കഴിയുന്ന ട്രാൻസാക്ഷനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സോ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് എന്ന് പറയുക. സോ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, രേഖപ്പെടുത്തുക. വിവിധ ബുക്കുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊരു ബിസിനസ്സിലും 4 തരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷനാണ് ഉണ്ടാവുക. അസറ്റുമായി ബന്ധപ്പെട്ടവ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ടവ, ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ടവ, ഇൻകവുമായി ബന്ധപ്പെട്ടവ. ഇങ്ങനെ 4 തരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അതാത് ട്രാൻസാക്ഷനെ അതിൻ്റെ നാച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻകവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനൊക്കെ ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനൊക്കെ മറ്റൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്. എന്താ സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ, ടു പ്രസന്റ് ഡാറ്റ ഇൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ ഇറ്റ്സ് കാൾഡ് സമ്മറൈസിങ്. ആർക്കൊക്കെയാണോ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സമ്മറൈസിങ് എന്ന് പറയാം. ദെൻ സമ്മറൈസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ പോരാ, സമ്മറൈസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ആ സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ, സാമ്പത്തിക വിവരങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു ബിസിനസ്സിൻ്റെ ഒരു പോക്ക് ഗ്രോത്തിലാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ബിസിനസ്സിൻ്റെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആശയവിനിമയം ചെയ്യണം. ആരോടൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓർ ഇൻട്രസ്റ്റഡ് പേഴ്സൺസ്. ആർക്കൊക്കെയാണോ ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് അവരോട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, 1941. ഈ ഒരു AICPA എന്ന് പറയുന്ന സംഘടന അക്കൗണ്ടിങ്ങിന് നൽകിയിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആഗോളതലത്തിൽ പൊതുവെ അക്കൗണ്ടിങ്ങിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ഡെഫിനിഷന്. ഗ്ലോബൽ ആക്സെപ്റ്റൻസ് നേടിയിരിക്കുന്ന ഒരു ഡെഫിനിഷനാണിത്. എന്താണ് ഇവിടെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന സെയിം സംഭവം തന്നെ, മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ, അത് മറ്റൊരു രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. മുകളിൽ അക്കൗണ്ടിങ് പ്രോസസ്സാണെന്ന് പറയുന്നതിന് പകരം ഇവിടെ അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് എന്ന് പറയുന്നേ ഉള്ളൂ. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ് ഓൾസോ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും, അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും കിട്ടുന്ന റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കി അല്ലേ. സോ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആർക്കൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത്? നമ്മൾ പറഞ്ഞു, ഡെഫിനിഷനും മീനിങ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ ആർക്കൊക്കെയാണോ അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ ആർക്കൊക്കെയാണ് അറിയാൻ താല്പര്യമുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആളുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാടാ? ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും. അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഇനി ആരാ
ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അകത്തുള്ള ആളുകൾ. ആരെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വെളിയിലുള്ള ആളുകൾ. ബിസിനസ്സിൻ്റെ അകത്തുള്ള ആളുകൾക്കും ബിസിനസ്സിൻ്റെ വെളിയിലുള്ള ആളുകൾക്കും ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്, ആരൊക്കെയാണ് വരുന്നത് നോക്കാം. ഓണർ, ഫസ്റ്റ് വൺ ഓണർ അല്ലേ. ഒരു ഓണർക്ക് എന്തിനായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം? കാരണം ആ ബിസിനസ് അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് എടുക്കുന്നത് ആരാ? ഓണറാണ്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്ന് അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയും ഓണറായിരിക്കും. ദ നെക്സ്റ്റ് വൺ മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ്സിൽ സുപ്രധാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ടീമിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയാം. മാനേജ്മെൻറ്റിന് ചില സുപ്രധാനപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാമ്പത്തിക വിവരങ്ങളുടെ ആവശ്യം വരും. സോ അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ എംപ്ലോയീസിന് എന്തിനാണ് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം? റിലേറ്റഡ് ടു ദിയർ ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി, ജോലിയിലെ സുരക്ഷിതത്വം അറിയാൻ വേണ്ടിയിട്ട് ആർക്കറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും? എംപ്ലോയീസിന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ലോസിലോടുന്ന ഫേമിൽ ആർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. ദെർഫോർ ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, ജോലി ചെയ്യുന്ന സ്ഥാപനം, തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഗ്രോത്തിലാണോ എന്ന് അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കും? എംപ്ലോയീസിന് താല്പര്യം ഉണ്ടായിരിക്കും. ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ്. ആരൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ് വരിക? ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകൾക്കും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിൻ്റെ വെളിയിലുള്ള ആളുകളാണ്, യൂസേഴ്സാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിനും ചില സമയത്ത് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങളുടെ ആവശ്യം വരും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും. എന്തിനാണ് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം? കാരണം ബാങ്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് ലോണ്. അപ്പോൾ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ദെൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് തരുന്ന സപ്ലൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സിന് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് തരണമെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി, നമുക്ക് ഉൽപ്പന്നങ്ങൾ ക്രെഡിറ്റിന് തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള, അതിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്ന് അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കും? ക്രെഡിറ്റേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്ന് അറിയാൻ ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ദെൻ ഗവൺമെൻറ്. ഒരു ഫേം, ഒരു ബിസിനസ് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കും? എക്സ്റ്റേണൽ യൂസേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ദെൻ കസ്റ്റമേഴ്സ് പൊതുവേ ക്യൂരിയസ് ആണ്. ഒരു ബിസിനസ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നറിയാനും അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനും കസ്റ്റമേഴ്സിന് പൊതുവെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കിയത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആരൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് നോക്കി അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് ആർക്കൊക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ആളുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ചെക്ക് ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന അതേ കണ്ടന്റാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? റെക്കോർഡിങ്. ഓക്കെ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ. അങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബുക്കാണെന്ത്? ജേണൽ. ബിസിനസ്സിൽ ഏതൊരു ബിസിനസ്സിലും പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാവുക. അസറ്റുമായി ബന്ധപ്പെട്ടവ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ടവ, ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ടവ, ഇൻകവുമായി ബന്ധപ്പെട്ടവ. അപ്പം ഇങ്ങനെ 4 തരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ. ദെൻ സെക്കൻഡ്, ക്ലാസിഫൈങ്. നമ്മളിങ്ങനെ 4 തരത്തിലുള്ള സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷം അതാത് സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നാച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യണം. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനൊക്കെ ഒരു ബുക്കിൽ, ഇൻകവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനൊക്കെ മറ്റൊരു ബുക്കിൽ,
അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലെഡ്ജർ. ഇതിനടുത്ത് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ടു പ്രസന്റ് ഡാറ്റ ഇൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ ഇറ്റ്സ് കാൾഡ് സമ്മറൈസിങ്. ആർക്കൊക്കെയാണോ ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ ചുരുക്കി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുക. സമ്മറൈസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ് TB, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങളൊക്കെ നമ്മൾ സമ്മറൈസ് ചെയ്യുക. അങ്ങനെ സമ്മറൈസിങ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ട്രാൻസാക്ഷൻ ഹാവിങ് മണി വർത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. ദ ട്രാൻസാക്ഷൻ ഹാവിങ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇസ് നോട്ട് റെക്കോർഡഡ് ഓർ നോട്ട് കൺസിഡേർഡ് ഇൻ അക്കൗണ്ടിങ്. മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലാത്ത നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതിന് അടുത്ത ഫംഗ്ഷന് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രിറ്റ് ചെയ്യണം, വിശകലനം ചെയ്യണം, വിശദീകരിക്കണം. അങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകളാണ് റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എക്സെട്ര. ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആശയവിനിമയം ചെയ്യണം ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം അവർക്ക് സുപ്രധാനപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ട് ആവശ്യമുണ്ടായിരിക്കും. സോ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഇത്രയും പോയിൻ്റാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകളാണ്. എക്കണോമിക്സിൻ്റെ ബ്രാഞ്ചുകളാണ് മൈക്രോ എക്കണോമിക്സ് ഒക്കെ. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്? ബ്രാഞ്ചുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകൾ? ഫസ്റ്റ് വൺ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ടാക്സ് അക്കൗണ്ടിങ്. സോ നമുക്ക് ഈ ഒരു CSEB എക്സാമിൻ്റെ സിലബസിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കാനുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുപോലെ ടാക്സ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഏരിയാസും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ചില ഏരിയാസും നമുക്ക് കവർ ചെയ്യാനുണ്ട്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നോർമൽ അക്കൗണ്ടിങ്. നമ്മൾ സാധാരണ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുള്ളത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ്സിൻ്റെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് വാല്യൂ ചെയ്യുക, സ്റ്റോക്ക് വാല്യൂ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ടാക്സ് അക്കൗണ്ടിങ്, GST, ഇൻകം ടാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടാക്സ് അക്കൗണ്ടിങ്ങിലാണ് ഡിസ്കസ് ചെയ്യുക. സോ പ്രധാനമായും 4 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സ് അക്കൗണ്ടിങ്. ഓക്കെ, അങ്ങനെ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താ? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയാണ് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറുണ്ടോ? ഇല്ല. ദ ട്രാൻസാക്ഷൻ ഹാവിംഗ് മോണിറ്ററി വാല്യൂ ഓർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ is considered only in accounting. Non-financial transactions are not considered or recorded in accounting. അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. നോൺ മോണിറ്ററി അഥവാ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാറില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല.
സോ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യലാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ആണെന്ത്? ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ദെൻ സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഉണ്ടായതെന്ന് കണ്ടെത്തുക. പ്രോഫിറ്റ് ആണ് ഉണ്ടായതെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായി, ഇനി ലോസ് ആണ് ഉണ്ടായതെങ്കിൽ എത്രത്തോളം ലോസ് ഉണ്ടായി എന്ന് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ്, അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യുക? അസർട്ടൈൻ ചെയ്യുക. ഫിനാൻഷ്യൽ പൊസിഷൻ മീൻസ് പൊസിഷൻ ഓഫ് അസസ് ആൻഡ് ലയബിലിറ്റി. അസസിൻ്റെ ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിന് അടുത്തത് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അക്കൗണ്ടിങ്ങിൻ്റെ 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അഥവാ മെറിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ റിസൾട്ടും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടെത്താൻ പറ്റുള്ളൂ. സോ അതെന്താണ്? അക്കൗണ്ടിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ്സിലെ സുപ്രധാനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് ആവശ്യം വരും. സോ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ്. ദെൻ തേർഡ് വൺ, എവിഡൻസ് ഇൻ ലീഗൽ മാറ്റേഴ്സ്. അക്കൗണ്ടിങ്ങിൽ എന്തുണ്ട്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷന് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എന്തിനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റും? അക്കൗണ്ടിങ്ങിനെ മുന്നോട്ട് വയ്ക്കാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു റിലേറ്റഡ് പാർട്ടീസ്. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിവരങ്ങൾ ആർക്കൊക്കെയാണോ അറിയാൻ താല്പര്യമുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് രീതിയിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അഥവാ മെറിറ്റ്സ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നോക്കിയത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്അഡ്വാൻറ്റേജസ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ചില പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വൺ, എക്സ്പ്രസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ടേംസ് ഓഫ് മണി. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തുമാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ? മോണിറ്ററി ടേംസിൽ വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അത്തരം ഇൻഫർമേഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. മാനേജേഴ്സിൻ്റെ സ്കില്ല്, എംപ്ലോയീസിൻ്റെ പേഴ്സണാലിറ്റി, ഇതൊക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല. അതെന്താണ്? ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ സെക്കൻഡ് വൺ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മേ ബി ബയാസ്ഡ്. അക്കൗണ്ടിങ് വിവരങ്ങൾ, അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക വിവരങ്ങൾ, അതിൽ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എററായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ, കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്തായിരിക്കും? സാമ്പത്തിക വിവരങ്ങളും അതിലൂടെ ലഭിക്കുന്ന റിസൾട്ടും എന്തായിരിക്കും? തെറ്റായിരിക്കും. സോ അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. തേർഡ്, റെക്കോർഡിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. അക്കൗണ്ടിങ്ങിൽ ഫിക്സഡ് അസറ്റുകളൊക്കെ പൊതുവെ ഒറിജിനൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് എന്നാണോ മേടിച്ചത് ആ ഒരു വിലയിൽ തന്നെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കീപ്പ് ചെയ്യാം. എക്സ്പെഷ്യലി ലാൻഡ് പോലുള്ള ഫിക്സഡ് അസറ്റ്. നമ്മളൊരു 10 കൊല്ലം മുന്നേ 10 ലക്ഷം രൂപ മേടിച്ചു വെച്ച ലാൻഡ് ഇപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷം തന്നെയായിരിക്കും. 10 വർഷത്തിന് ശേഷം ആ ലാൻഡിൻ്റെ വില ഇരട്ടി ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യാറില്ല അക്കൗണ്ടിങ്ങിൽ.
കൺസിഡർ ചെയ്യാറില്ല. ഇറ്റ് ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്നും പറയാം. ദെൻ അടുത്തൊരു ലിമിറ്റേഷൻ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ അക്കൗണ്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി നടത്തിയിട്ട് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓർ ഡീമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക വിവരങ്ങളുടെ ഗുണനാത്മകമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നോക്കി, റിലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ്? അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക വിവരങ്ങളൊക്കെ എന്താണ്? റിലയബിൾ ആണ് അല്ലേ, വിശ്വസനീയമാണ്. കാരണം അക്കൗണ്ടിങ്ങിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. സോ അവിടെ എറർസ് വരാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ റിലയബിൾ ആണ്. ദെൻ സെക്കൻഡ്, റെലവൻറ്റ്, പ്രസക്തമാണ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ അതാത് സാമ്പത്തിക വർഷത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. 10 വർഷം മുന്നേ നടന്ന കാര്യങ്ങളൊന്നല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതാത് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വിവരങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ലോസും ഫിഗർ ഔട്ട് ചെയ്യാണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക വിവരങ്ങൾ റെലവൻ്റ് ആയിരിക്കും. ദെൻ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ്? ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അക്കൗണ്ടിങ്ങിൽ സാമ്പത്തിക വിവരങ്ങളൊക്കെ അവതരിപ്പിക്കുക. സോ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ദെൻ ഫോർത്ത് വൺ, കമ്പയറബിലിറ്റി. കമ്പയറബിൾ ആണ്. അക്കൗണ്ടിങ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്, ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. സോ ലോകത്ത് എല്ലായിടത്തും അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേപോലെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോറിനിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഡാറ്റ നമ്മുടെ രാജ്യത്തുള്ള ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കേട്ടോ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില അടിസ്ഥാനപരമായ പദങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഇതിൽ ഏതൊക്കെ ബേസിക് ടെർമിനോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്തൊക്കെ ബേസിക് ടെർമിനോളജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്, അസറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ലാബിലിറ്റീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസിനെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡിസ്കൗണ്ട്, വൗച്ചേഴ്സ്, ഇൻകം, എക്സ്പെൻസ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ്, ലോസ്, ഗുഡ്സ്, പർച്ചേസ്, സെയിൽസ്, ഡെബ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ചില അടിസ്ഥാനപരമായ ടെർമിനോളജികളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് ഓരോന്നും കവർ ചെയ്യാം. അതിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട് അല്ലേ. എന്താ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ദ ടേം ബിസിനസ് ട്രാൻസാക്ഷൻ റെഫേഴ്സ് ടു എനി business dealings which have value measurable in terms of money and which involves the transfer of money or money's worth between the business and others. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ദോസ് ട്രാൻസാക്ഷൻ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് പണത്തിൻ്റെ രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് 50,000 രൂപയുടെ ട്രാൻസാക്ഷനാണ്, 1,00,000 രൂപയുടെ ട്രാൻസാക്ഷനാണ്. അങ്ങനെ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന മണി ഓർ മണീസ് വർത്ത് ട്രാൻസ്ഫർ നടക്കുന്ന ട്രാൻസാക്ഷനൊക്കെയാണ് നമ്മളെന്ത് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇൻ സിമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് മണി ഓർ മണീസ് വർത്ത് ഫ്രം വൺ ടു അനദർ, ഇറ്റ്സ് കാൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നടക്കുന്ന പണമോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള കൈമാറ്റങ്ങളെയാണ്, ഇടപാടിനെയാണ് നമ്മളെന്ത് പറയാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻ ആർ ആൾസോ കാൾഡ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷനെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്നും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നും ഇക്കണോമിക് ട്രാൻസാക്ഷൻ എന്നും മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലും അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലും മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലും ഇക്കണോമിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലും നാലും ഒന്ന് തന്നെയാണ്. മൂവ്മെൻറ്റ് ഓഫ് മണി ഓർ മണീസ് വർത്ത് ഫ്രം വൺ ടു അനദർ.
ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നടക്കുന്ന പണമോ അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള കൈമാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ദോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഏൺ ഓർ ലോസ് സഫേർഡ് ബൈ എ ബിസിനസ് ആൻഡ് ആൾസോ അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദാറ്റ് ബിസിനസ് ഇൻ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് എത്ര ഉണ്ടായി, അല്ലെങ്കിൽ ആ ബിസിനസ് ലോസ് എത്ര സഫർ ചെയ്തു, അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ പെർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ടും മനസ്സിലാക്കാൻ പറ്റും, ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മനസ്സിലാക്കാൻ പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. നമ്മുടെ ബിസിനസ്സിൻ്റെ പേരിൽ എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ പേരിൽ എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ടും ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാനായി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്താ പറയുന്നത്, നോർമലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. പൊതുവെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലാണ് ബിസിനസ്സുകൾ എന്ത് ചെയ്യാറുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് രണ്ട് കോമ്പണൻ്റ് ഉള്ളത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അഥവാ ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായി രണ്ട് അക്കൗണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അസർട്ടൈൻ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഫേം അറ്റ് എ പെർട്ടിക്കുലർ ഡേറ്റ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. എന്താണ് അസറ്റ്സ്, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അസറ്റുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. അസറ്റ് ആർ ദി തിങ്സ്, മെറ്റീരിയൽസ് ഓർ പ്രോപ്പർട്ടീസ് ഹെൽഡ് ബൈ ദ ബിസിനസ് നോട്ട് ഫോർ സെയിൽ ബട്ട് ഫോർ ബിസിനസ് പർപ്പസ്. ഒരു ബിസിനസ് ആ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും വസ്തുക്കളെയും പ്രോപ്പർട്ടികളൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്, അസറ്റ്. അസറ്റിൻ്റെ മലയാളം സ്വത്ത് അഥവാ ആസ്തി എന്നാണ് അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയും വസ്തുക്കളെയും പ്രോപ്പർട്ടികളെയും വിളിക്കുന്ന പേരാണ് എന്ത്, അസറ്റ്സ്. അസറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ നീഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അസറ്റ്സ് യൂസ് ചെയ്യുന്നത്. അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. അസറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രധാനമായും രണ്ട് തരത്തിലുള്ള അസറ്റാണ് അക്കൗണ്ടിങ്ങിലുള്ളത്. ഏതൊക്കെയാ, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ രണ്ട് അസറ്റുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് കറണ്ട് അസറ്റിനെ പറ്റിയാണ്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ, അസറ്റ്സ് വിച്ച് ആർ റിലേറ്റഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആർ കാൾഡ് കറണ്ട് അസറ്റ്. ഷോർട്ട് പീരിയഡ്, ഹ്രസ്വകാലയളവുമായി ബന്ധപ്പെട്ട് വരുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയാം. These assets occurred with the intention of converting them into cash within 1 year. 1 ഇയറിനുള്ളിൽ അഥവാ ഷോർട്ട് പീരിയഡിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാം എന്ന കൺസെപ്റ്റോട് കൂടിയിട്ട്, സങ്കല്പത്തോട് കൂടിയിട്ട്, ഇൻറ്റൻഷനോട് കൂടിയിട്ട്, ആഗ്രഹത്തോട് കൂടിയിട്ട് ബിസിനസ്സിൽ വെക്കുന്ന അസറ്റുകളാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയാം. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ വിത്തിൻ 1 ഇയർ. നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1 ഇയർ. 1 ഇയറിനുള്ളിലൊക്കെ, ഒരു വർഷത്തിനുള്ളിലൊക്കെ, ഒരു ഷോർട്ട് ടേം പീരീഡിനുള്ളിലൊക്കെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് അസറ്റ് എന്ന് പറയാം. അഥവാ ഷോർട്ട് ടേം പർപ്പസിനായിട്ട്, ഷോർട്ട് ടേം പീരീഡിനായിട്ട് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് അസറ്റ് എന്ന് പറയാം. കറണ്ട് അസറ്റിനെ തന്നെ നമ്മൾ ഷോർട്ട് ടേം അസറ്റ് എന്നും ലിക്വിഡ് അസറ്റ് എന്ന പേരിലൊക്കെ കറണ്ട് അസറ്റ് അറിയപ്പെടും കേട്ടോ. കറണ്ട് അസറ്റിനെ നമ്മൾ ഷോർട്ട് ടേം അസറ്റ് എന്നും ലിക്വിഡ് അസറ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടും. കറണ്ട് അസറ്റിനെ ഷോർട്ട് ടേം അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ,
ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം നീഡ്സ്. കറണ്ട് അസറ്റിനെ നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ക്യാഷ്, ദാറ്റ് മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്. ദെൻ ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട് ബാലൻസ്. സ്റ്റോക്ക്, വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഡെപ്റ്റേഴ്സ്, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളുകൾ. ബിൽസ് റിസീവബിൾ, ബില്ല് പ്രകാരം ക്യാഷ് കിട്ടാനുള്ളത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ ഓൾമോസ്റ്റ് ലിക്വിഡ് ഫോമിലാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത് ആയതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഇത്രയും അസറ്റുകളെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി രണ്ടാമത്തെ അസറ്റ് എന്താ? ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ഇസ് ഹെൽഡ് ഇൻ ദ ബിസിനസ് ഫോർ എ ലോങ് പീരിയഡ്. ഒരു ലോങ് പീരിയഡിന് വേണ്ടിയിട്ട് ദീർഘകാല ആവശ്യങ്ങൾക്കായി ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് അസറ്റ് എന്ന് പറയാൻ. ഒരു ബിസിനസ്സിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്കായി ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അസറ്റാണ് എന്ത്? ഫിക്സഡ് അസറ്റ്. ദേ ഹെൽപ്പ് ഇൻ ദ ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് ആർ നോട്ട് മെന്റ് ഫോർ റീസെയിൽ. ഒരു ബിസിനസ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫിക്സഡ് അസറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് അസറ്റുകൾ നമ്മൾ മേടിക്കുന്നത് റീസെയിൽ, വിൽക്കാൻ വേണ്ടിയിട്ടല്ല, വാങ്ങിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടല്ല ഫിക്സഡ് അസറ്റ് നമ്മൾ മേടിക്കുന്നത്. പകരം നമ്മുടെ ബിസിനസ്സിന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റ് മേടിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം പർപ്പസിനായിട്ട്, ലോങ് ടേം പീരീഡിനായിട്ട്, ദീർഘകാല ആവശ്യങ്ങൾക്കായി ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്ന അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ഈ ഫിക്സഡ് അസറ്റിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മെഷീനറി, ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫിക്സഡ് അസറ്റിന് എക്സാമ്പിളാണ് അല്ലേ? കാരണം ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഫിക്സഡ് അസറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4. ഫിക്സഡ് അസറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാടാ 4 തരത്തിലുള്ള ഫിക്സഡ് അസറ്റ്? ഫസ്റ്റ് വണ് ടാഞ്ചിബിൾ അസറ്റ്, സെക്കൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, തേർഡ് വേസ്റ്റിംഗ് അസറ്റ്, ഫോർത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ 4 ഫിക്സഡ് അസറ്റുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഫിക്സഡ് അസറ്റിനെ വിളിക്കുന്ന മറ്റു പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിക്സഡ് അസറ്റിനെ തന്നെ നമ്മൾ ലോങ് ടേം അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടും കേട്ടോ. ഫിക്സഡ് അസറ്റിന് നമ്മൾ ലോങ് ടേം അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ലോങ് ടേം പർപ്പസ് ഓർ ലോങ് പീരിയഡ്. ഒരു ബിസിനസിന്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫിക്സഡ് അസറ്റിനെ എന്ത് വിളിക്കുന്നത്? ലോങ് ടേം അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ, 4 ക്ലാസിഫിക്കേഷനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫിക്സഡ് അസറ്റിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ ടാഞ്ചിബിൾ അസറ്റിന്റെ മീനിങ്? ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച്. നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഫിക്സഡ് അസറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. ഓർ ദ അസറ്റ്സ് വിച്ച് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർ കാൾഡ് ടാഞ്ചിബിൾ അസറ്റ്. ഒരു പ്രത്യേക ഷേപ്പുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസോട് കൂടിയിട്ടുള്ള അസറ്റുകളെ, ഫിക്സഡ് അസറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഫിക്സഡ് അസറ്റ് ആണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. ലാൻഡ്, ഫർണിച്ചർ, മിഷനറി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ് അല്ലേ? കാരണം ഇതൊക്കെ തൊടാനും പറ്റും, കാണാനും പറ്റും. സോ അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കാൺ ബി സീൻ ഓർ ടച്ച്ഡ്. നമുക്ക് തൊടാനും കാണാനും പറ്റാത്ത ഫിക്സഡ് അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓർ ദ അസറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ഡെഫിനറ്റ് ഷേപ്പ് ആർ കാൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്ത അസറ്റുകളൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് തൊടാനും കാണാനും പറ്റാത്ത ഫിക്സഡ് അസറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ് ഗുഡ് വില്ല്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ്. ദെൻ മറ്റൊരു ഫിക്സഡ് അസറ്റ് ആണ് വേസ്റ്റിംഗ് അസറ്റ്. എന്താ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എക്സ്ട്രാക്ഷൻസ് ആർ കാൾഡ് വേസ്റ്റിംഗ് അസറ്റ്. എന്താ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും തോറും, ഗണനം ചെയ്തെടുക്കും തോറും അത്തരം അസറ്റുകളുടെ
അളവ് ഭൂമിയിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അത്തരം അസറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വേസ്റ്റിംഗ് അസറ്റ്. മൈൻസ് കോറീസ്, പാറക്കോറികൾ, ഓയിൽ ഫീൽഡ്, ഓയിൽ പാടങ്ങൾ, ഗോൾഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? വേസ്റ്റിംഗ് അസറ്റുകൾക്ക് എക്സാമ്പിളാണ് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന അസറ്റുകളുടെയൊക്കെ പ്രത്യേകത എന്താ? ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നു. പാറക്കോറികളായിക്കോട്ടെ, എണ്ണപ്പാടങ്ങളായിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതോടെ അതിൻ്റെ അളവ് ഭൂമിയിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം ഫിക്സഡ് അസറ്റുകളാണ് നമ്മൾ എന്ത് പറയുക? വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുക. ഇനി ഫിക്സഡ് അസറ്റിൻ്റെ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫിക്റ്റീഷ്യസ് അസറ്റ് ആർ നോട്ട് റിയൽ അസറ്റ് ബട്ട് ഇറ്റ് ഇസ് ഷോൺ ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആസ് അസറ്റ് ഓൺലി ഫോർ സം ടെക്നിക്കൽ റീസൺസ്. ഫിക്റ്റീഷ്യസ് അസറ്റ് യഥാർത്ഥത്തിൽ ഒരു അസറ്റ് അല്ല, നോട്ട് റിയൽ അസറ്റ്. പക്ഷെ ഇത് നമ്മൾ എന്തിനാ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ, കണക്ക് പുസ്തകത്തിൽ ഇതിനെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ റീസൺ, ചില പ്രത്യേക സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് കണക്ക് പുസ്തകത്തിൽ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അസറ്റായി ട്രീറ്റ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റുകളെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാം. ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഇഷ്യൂ, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ ചെലവ്, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെലവ്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, സെലിബ്രിറ്റീസിനൊക്കെ പിടിച്ചിട്ട് ബ്രാൻഡ് അംബാസിഡർ ആക്കും. അതൊക്കെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആണല്ലോ. അതുകൊണ്ടാണ് പ്രിലിമിനറി എക്സ്പെൻസിനെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ, കണക്ക് പുസ്തകത്തിൽ അസറ്റായി ട്രീറ്റ് ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഫിക്റ്റീഷ്യസ് അസറ്റ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൂടാ? 4 തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകളെ പറ്റി പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് അസറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അസറ്റ്സിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു, കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും. അതിൽ കറണ്ട് അസറ്റ് എന്താ നോക്കി, ഫിക്സഡ് അസറ്റ് എന്താ നോക്കി, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിന്റെ 4 ക്ലാസിഫിക്കേഷൻ നോക്കി അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലാബിലിറ്റീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് ലാബിലിറ്റി നമുക്ക് നോക്കാം. ദീസ് ഡിനോട്ട് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓവ്സ് ടു അതർ ഐദർ ഫോർ മണി ബോറോഡ് ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ സർവീസ് റെൻഡഡ്. അതായത് ഒരു ബിസിനസ് ആളുകൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ്, പൈസേനെയാണ് ലാബിലിറ്റി എന്ന് പറയാം. എപ്പോഴൊരു ബിസിനസ് ആളുകൾക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കാനുണ്ടാവുക? മണി ബോറോഡ്, ബിസിനസ്സും ലോണായിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പണം മേടിച്ചു കഴിഞ്ഞാൽ ബിസിനസ് തിരിച്ച് അവർക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അല്ലെങ്കിൽ ഓർ ഫോർ ഗുഡ്സ് ഓർ അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ സർവീസസ് റെൻഡഡ്. ഒരു ബിസിനസ് കടത്തിന്, ക്രെഡിറ്റിന് ഗുഡ്സോ അസറ്റോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, സാധനങ്ങളോ അസറ്റുകളോ മേടിച്ചു കഴിഞ്ഞാൽ, കടത്തിന് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പൈസ കൊടുക്കാനുണ്ടാവും. അതെന്താണ്? ഒരു ലാബിലിറ്റിയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റിന് സർവീസ് മേടിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തുനിന്നാണോ സർവീസ് മേടിക്കുന്നത് അവർക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കാനുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരാണ് എന്ത്? ലാബിലിറ്റി. ചുരുക്കി പറഞ്ഞാൽ സിംപിളി, ലാബിലിറ്റീസ് ആർ ദ ക്യാഷ് പേബിൾ ബൈ ദ ബിസിനസ് ടു ഇറ്റ്സ് ഔട്ട്സൈഡേഴ്സ്. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ക്യാഷിനെയാണ്, എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ലാബിലിറ്റി എന്ന് പറയാം അല്ലേ? ലാബിലിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ലാബിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഫിക്സഡ് അസറ്റിനെ 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ച പോലെ തന്നെ ലാബിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കറണ്ട് ലാബിലിറ്റി എന്നും ഫിക്സഡ് ലാബിലിറ്റി എന്നും. കറണ്ട് ലാബിലിറ്റിയെ നമ്മൾ ഷോർട്ട് ടേം ലാബിലിറ്റി എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഫിക്സഡ് ലാബിലിറ്റിയെ നമുക്ക് എന്ത് വിളിക്കാം? ലോങ് ടേം ലാബിലിറ്റി എന്ന് വിളിക്കാം. സോ ലാബിലിറ്റിയെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം, കറണ്ട് ലാബിലിറ്റി എന്നും ഫിക്സഡ് ലാബിലിറ്റി എന്നും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ലാബിലിറ്റിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഷോർട്ട് ടേം ലാബിലിറ്റി അഥവാ കറണ്ട് ലാബിലിറ്റിയെ പറ്റിയാണ്. എന്താണ് ഷോർട്ട് ടേം ലാബിലിറ്റി അഥവാ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ ലാബിലിറ്റി വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേബിൾ വിത്തിൻ എ ഷോർട്ട് ടൈം, യൂഷ്വലി 1 ഇയർ ഓർ ലെസ്. ഒരു വർഷത്തിനുള്ളിലൊക്കെ, ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണിത് കറണ്ട് ലാബിലിറ്റി അഥവാ ഷോർട്ട് ടേം ലാബിലിറ്റി. ഇൻ ഷോർട്ട്, കറണ്ട് ലാബിലിറ്റീസ് ആർ ദോസ് ലാബിലിറ്റി പേബിൾ വിത്തിൻ 1 ഇയർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ
ഒരു വർഷത്തിനുള്ളിലൊക്കെ ഒരു ഷോർട്ട് ടേം പീരീഡിനുള്ളിലൊക്കെ കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കറണ്ട് ലയബിലിറ്റി അഥവാ ഷോർട്ട് ടേം ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിക്ക് അഥവാ ഷോർട്ട് ടേം ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് ഉൽപ്പന്നങ്ങൾ കടത്തിന് തരുന്ന ആളുകൾ. അവരെ പൊതുവേ അക്കൗണ്ടിങ്ങിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. കാരണം അവർ നമുക്ക് ഉൽപ്പന്നങ്ങൾ കടത്തിന് തരുന്ന സമയത്ത് അവർ നമ്മളോട് എന്താ പറയാറുള്ളത്? പെട്ടെന്ന് ഇതിൻ്റെ ക്യാഷ് തിരിച്ചു തരണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സിനെ എന്തായിട്ട് കാണുന്നത്? കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, ബില്ല് പ്രകാരം ക്യാഷ് കൊടുക്കാനുള്ളത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾക്ക് പൈസ കൊടുക്കാനുള്ളത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? കറണ്ട് ലയബിലിറ്റിക്ക് അഥവാ ഷോർട്ട് ടേം ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ലയബിലിറ്റി ആയിരുന്നു ലോങ് ടേം ഓർ ഫിക്സഡ് ലയബിലിറ്റി. എന്താണ് ലോങ് ടേം ഓർ ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? Liabilities which are payable after a long period, usually more than 1 year, are termed as fixed or long term liability. ചില ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ ഒന്നിലധികം വർഷങ്ങൾ എടുക്കും. അങ്ങനെ ലയബിലിറ്റികൾ കൊടുത്തു തീർക്കാൻ ഒന്നിലധികം വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ലയബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോങ് ടേം ലയബിലിറ്റി ഓർ ഫിക്സഡ് ലയബിലിറ്റി. ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ഒന്നിലധികം വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ലയബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലോങ് ടേം ലയബിലിറ്റി അഥവാ ഫിക്സഡ് ലയബിലിറ്റി. അതിന് എക്സാമ്പിളാണ് ലോങ് ടേം ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതെന്തിന് എക്സാമ്പിളാണ്? ലോങ് ടേം ലയബിലിറ്റിക്ക് അഥവാ ഫിക്സഡ് ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ്. ഡിവഞ്ചേഴ്സ്, കടപ്പത്രം പോലുള്ള ഇൻസ്ട്രുമെൻറ്റും എന്തിന് എക്സാമ്പിളാണ്? ലോങ് ടേം ലയബിലിറ്റിക്ക് അഥവാ ഫിക്സഡ് ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കിയത് ലയബിലിറ്റീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലയബിലിറ്റിയെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും ലോങ് ടേം ലയബിലിറ്റി എന്നും, അഥവാ കറണ്ട് ലയബിലിറ്റി എന്നും ഫിക്സഡ് ലയബിലിറ്റി എന്നും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ക്യാഷ് ഓർ അതർ അസറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ഹിസ് ബിസിനസ്. ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷ് ഓർ അതർ അസറ്റ്സ്, അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുക? ക്യാപിറ്റൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 50 ലക്ഷം രൂപ വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ 50 ലക്ഷമാണ്. ഇനി 50 ലക്ഷം രൂപ ക്യാഷും 10 ലക്ഷം രൂപയുടെ ഫർണിച്ചറും വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ഓർ അതർ അസറ്റ്സ്, അതിൻ്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ക്യാപിറ്റൽ പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് നമുക്ക് പഠിക്കാനുള്ള ബേസിക് ടെർമിനോളജിയാണ് ഡ്രോയിങ്സ്. എന്താ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് വിത്ഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 10,000 റുപ്പീസ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഫോർ മൈ പേഴ്സണൽ യൂസ്, അതെൻ്റെ പേഴ്സണൽ യൂസിനാണെങ്കിൽ എൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി ഞാൻ എൻ്റെ ബിസിനസ്സിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ ഒരു ബിസിനസ് മാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിൻവലിക്കുന്ന ക്യാഷ് ഓർ ഗുഡ്സ്, അതിൻ്റെയൊക്കെ മോണിറ്ററി വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ബേസിക് ടെർമിനോളജിയാണ് ഡിസ്കൗണ്ട്. എന്താണ് ഡിസ്കൗണ്ട് നമുക്ക് നോക്കാം. ഇൻ സിമ്പിൾ ടേംസ്, ഡിസ്കൗണ്ട് ഈസ് എൻ അലവൻസ് ഓർ കൺസെഷൻ ഇൻ ദി പ്രൈസ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അലവൻസ് ആണ്, കൺസെഷൻ ആണ്, ഇളവിനെ, കിഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഈസ് എൻ ഇൻകം. ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ അതൊരു ഇൻകം ആണ്, ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ഈസ് എൻ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് പറയാം. അതൊരു എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ട്രേഡ് ഡിസ്കൗണ്ട്. 2 തരത്തിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. എന്താ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? അലൗഡ് വെൻ ക്യാഷ് പേയ്മെൻറ്റ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ക്യാഷ് കിട്ടുന്ന സമയത്തോ നമുക്ക് കിട്ടുകയും കൊടുക്കുകയും ചെയ്യുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇനി ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിസീവ്ഡ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ ഗുഡ്സ് സെല് ചെയ്യുന്ന സമയത്തോ
നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ സപ്ലയർ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് പേ ചെയ്യുന്ന സമയത്തും, ട്രേഡ് ഡിസ്കൗണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴോ സെയിൽ ചെയ്യുമ്പോഴോ ഒക്കെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നാൽ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ അങ്ങനെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറില്ല. ടോട്ടൽ എമൗണ്ട് നിന്ന് ഡിഡക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കാണിക്കാറുള്ളത്. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ടു മേക്ക് പ്രൊംപ്റ്റ് പേയ്മെന്റ്, നമ്മുടെ കസ്റ്റമറുടെ നിന്ന് പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എന്നാൽ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ടു പ്രൊമോട്ട് സെയിൽസിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്ക് ക്വാണ്ടിറ്റീസിൽ കസ്റ്റമർ ഉൽപ്പന്നം മേടിക്കുന്ന സമയത്ത് അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അവർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രേഡ് ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് നോക്കി, ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് വൗച്ചേഴ്സ്. എന്താണ് വൗച്ചേഴ്സ് എന്ന് പഠിക്കാനുണ്ട്. എന്താ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? എ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ് വൗച്ചേഴ്സ് ഓർ സോഴ്സ് ഡോക്യുമെന്റ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എവിഡൻസുകളെ, ഡോക്യുമെന്റുകളെ, രേഖകളെ നമ്മൾ പൊതുവായി വിളിക്കുന്ന പേരാണ് എന്ത്? വൗച്ചേഴ്സ്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൗച്ചേഴ്സ്. വൗച്ചേഴ്സിനെ തന്നെ നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന പേരിലും അറിയപ്പെടും. ബില്ല്, ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, റെസിപ്റ്റ്, ക്യാഷ് മെമ്മോസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? വൗച്ചേഴ്സിന് എക്സാമ്പിളാണ്, അഥവാ സോഴ്സ് ഡോക്യുമെന്റുകൾക്ക് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻകം എന്ന് പറയുന്ന ബേസിക് ടെർമിനോളജിയാണ്. എന്താണ് ഇൻകം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻകം ഇസ് ദ ടോട്ടൽ ഏർണിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഐദർ ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റി ആൻഡ് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും കിട്ടുന്ന ഏർണിങ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം എന്നാണ്. ഒരു ബിസിനസ്സിന് രണ്ട് രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും അതുപോലെ തന്നെ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും. അപ്പോൾ ഒരു ബിസിനസ്സിന് ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയും കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ്, ഏർണിങ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻകം. ഇൻകംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഇൻകത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻകം? രണ്ട് ഇൻകം ഉള്ളത്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. എന്താ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഇൻകം ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റി. ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് ഇൻകം. ഏതൊരു ബിസിനസ്സിലും ട്രേഡിംഗ് ആക്ടിവിറ്റി എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സോ ഓർ സെയിൽ ഓഫ് സർവീസ്. അങ്ങനെ ഗുഡ്സോ സർവീസോ സെല് ചെയ്യുന്ന വഴി കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഇൻകം. ദെൻ സെക്കൻഡ് വൺ ആണ് ഇൻഡയറക്റ്റ് ഇൻകം. എന്താ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഇൻകം ഫ്രം നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി. നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് ഇൻകം. അതിന് എക്സാമ്പിൾ ആണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ബാങ്ക് ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? ബാങ്കിലേക്ക് ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡെപ്പോസിറ്റ് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് തരും. സോ അതെന്തിന് എക്സാമ്പിളാണ്? ഇൻഡയറക്റ്റ് ഇൻകത്തിന്, അഥവാ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഇൻകത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയോ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെയോ കിട്ടുന്ന ഏർണിങ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻകം. ഇൻകത്തിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇൻകം എന്നും ഇൻഡയറക്റ്റ് ഇൻകം എന്നും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ് എന്ന് നോക്കാം. ദ ടേം എക്സ്പെൻസ് ഡിനോട്ട് ദ കോസ്റ്റ് ഇൻകോർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യുന്ന പ്രോസസ്സിൽ, വരുമാനം ഉണ്ടാക്കാനായുള്ള പ്രവർത്തനത്തിൽ അതിനോടനുബന്ധിച്ച് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചെലവുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെൻസ്. ഓക്കെ, ചുരുക്കി പറഞ്ഞ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. ഒരു ബിസിനസ് വരുമാനം ഉണ്ടാക്കാനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കോസ്റ്റ്, ചെലവിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. ഇൻകത്തിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ എക്സ്പെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സ്പെൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. എക്സ്പെൻസിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും. എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ആ എക്സ്പെൻസ് ഉണ്ടാവേണ്ടത് ബിസിനസ്സിന്റെ മുന്നോട്ട് പോകുന്നു. അത്രത്തോളം ക്രൂഷ്യൽ ആണെങ്കിൽ അത്തരം എക്സ്പെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് എക്സ്പെൻസ്. പർച്ചേസ്, വേജസ്, ക്യാരേജ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിളാണ്. ഇനി എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ആ എക്സ്പെൻസ് ഉണ്ടാവേണ്ടത് ബിസിനസ്സിന്റെ മുന്നോട്ട് പോകലിന് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അത്ര ക്രൂഷ്യൽ അല്ലെങ്കിൽ അത്തരം എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്.
റെൻറ്റ്, സാലറി, കമ്മീഷൻ, ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് എക്സാമ്പിളാണ്. സോ ഒരു ബിസിനസ്സിൻ്റെ വരുമാനം ഉണ്ടാക്കാനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചെലവുകളെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. എക്സ്പെൻസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? എക്സ്പെൻസ് എന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റവന്യൂ. റവന്യൂവിന് ഇൻകം ആ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടൊരു ടെർമിനോളജി തന്നെയാണ് റവന്യൂ. റവന്യൂ റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ദ ബിസിനസ് ഏൺസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. ഇൻകത്തിൽ ഒരു ബിസിനസ്സിന് ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഇൻകം ഏർണിങ്സും വരും, അതുപോലെ തന്നെ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന ഏർണിങ്സും ഇൻകം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരും. എന്നാൽ റവന്യൂവിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ ഗുഡ്സോ സർവീസോ കസ്റ്റമേഴ്സിന് വിൽക്കുന്നത് വഴി കിട്ടുന്ന ഏർണിങ്സ് മാത്രം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റവന്യൂ എന്ന് പറയാം. ഇപ്പോൾ റവന്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഏർണിങ്സ് ഡിറൈവ്ഡ് ഫ്രം ബൈയിങ് ഓർ സെല്ലിംഗ് ഗുഡ്സോ സർവീസ്. ഗുഡ്സോ സർവീസോ സെല് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഏർണിങ്സ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, റവന്യൂവിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദീസ് ആർ ഓഫ് റെക്കറിംഗ് നാച്ചർ. റവന്യൂ എന്താണ്? റെക്കറിംഗ് നാച്ചർ ആണ് അല്ലേ? ഒരു ബിസിനസ്സിന് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഏർണിങ്സ് ആണെന്ത്? റവന്യൂ. സെയിൽസ് ഈസ് ദ മേജർ റവന്യൂ ഓഫ് എവറി ബിസിനസ്. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട റവന്യൂ എന്താ? സെയിൽസ് ആണല്ലേ? ആ സെയിൽസ് എന്താവാം? സെയിലോ ഗുഡ്സ് ആവാം, സെയിലോ സർവീസ് ആയിരിക്കാം. സോ ഗുഡ്സോ സർവീസോ സെല് ചെയ്ത് വഴി കിട്ടുന്ന ഏർണിങ്സ് എന്താണ്? അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെ റവന്യൂ എന്താണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ബേസിക് ടെർമിനോളജിയാണ് എക്സ്പെൻഡിച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് CSEB എക്സാമിനൊക്കെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? എക്സ്പെൻഡിച്ചർ ഈസ് ദ കോസ്റ്റ് ഇൻകോർഡ് വൈൽ റണ്ണിങ് എ ബിസിനസ്. ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാത്തരം ചെലവുകളെയും വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പെൻഡിച്ചർ. എക്സ്പെൻസും എക്സ്പെൻഡിച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എക്സ്പെൻഡിച്ചർ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാത്തരം ചെലവുകളും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും, എക്സ്പെൻഡിച്ചറിൽ കൺസിഡർ ചെയ്യും. എക്സ്പെൻഡിച്ചർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? 3ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് ബിസിനസ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെ നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. നമുക്ക് എന്ത് ചെയ്യാം? 3 ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Expenditure which has been incurred to derive long-term advantage for the business is a capital expenditure. ഒരു ബിസിനസ്സിന് ലോങ് ടേം അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് നൽകുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സച്ച് an expenditure is either incurred for acquisition of an asset for increasing the earning capacity of the business. ഒരു ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. അങ്ങനെ ഒരു ബിസിനസ്സിന് ലോങ് ടേം ബെനിഫിറ്റ് നൽകുന്ന എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദെൻ എക്സാമ്പിൾ നോക്കാം. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ഫേർണിച്ചർ, മിഷനറി. ഫേർണിച്ചർ, മിഷനറി, ലാൻഡ്, ബിൽഡിംഗ്, മോട്ടോർ വെഹിക്കിൾസ് പോലുള്ള ഫിക്സഡ് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന എന്തിന് എക്സാമ്പിളാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സ്പെൻഡിച്ചർ എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? നമുക്ക് നോക്കാം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന്. If the benefit of an expenditure expires within 1 year, it is called revenue expenditure. ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് ഒരു വർഷം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് പെട്ടെന്ന് അവസാനിക്കുകയാണെങ്കിൽ അത്തരം എക്സ്പെൻഡിച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് വിത്തിൻ 1 ഇയർ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ബെനിഫിറ്റ് അവസാനിക്കും. സച്ച് എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ടു മെയിൻറ്റെയിൻ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ നോക്കാം. പേയ്മെൻറ്റ് ഓഫ് സാലറി, വേജസ്, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, വേജ് കൊടുക്കുന്നത്, ഡിപ്രീസിയേഷൻ എക്സ്പെൻഡിച്ചർ, റെൻറ്റ്, ടെലിഫോൺ ചാർജ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. ഇതൊക്കെ റെക്കറിംഗ് നാച്ചറാണ്. അതുമാത്രമല്ല ഈ എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്
ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ ദ എക്സ്പെൻഡിച്ചർ which are basically in the nature of revenue expenditure but whose benefit covers a number of years. Either the benefit may extend over a number of years. അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ കാറ്റഗറിയിൽ നാച്ചുറൽ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പോലെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് വിത്തിൻ 1 ഇയർ കൊണ്ട് ഷോർട്ട് ടേം പീരീഡിനുള്ളിൽ അവസാനിക്കുന്നില്ല. ഒരു ഫ്യൂ ഇയേഴ്സ്, കുറച്ചൊരു 4-5 വർഷം നമുക്ക് ആ എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ നമുക്ക് ഒരുപാട് കാലം ആ എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് കിട്ടില്ലാനും. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പോലെ വിത്തിൻ 1 ഇയറിനുള്ളിൽ ആ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് അവസാനിക്കുന്നില്ലാനും. അത്തരം എക്സ്പെൻഡിച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിന് എക്സാമ്പിളാണ് ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ബിസിനസിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ TV-യിലൊക്കെ പരസ്യം ചെയ്യുന്നത്, മറ്റുള്ള ആഡുകളൊക്കെ ചെയ്യുന്നതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിച്ചു. 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും പഠിച്ചു അല്ലേ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ തരം ചെലവുകളെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനെ നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. ദെൻ അങ്ങനെ എക്സ്പെൻഡിച്ചർ എന്താന്ന് പഠിച്ചതിന് ശേഷം 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ആണ്. എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ്. എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാവുന്ന, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ്. പ്രോഫിറ്റിനെ തന്നെ നമ്മൾ സർപ്ലസ് എന്ന് പറയുന്ന ടെർമിനോളജിയും യൂസ് ചെയ്യാറുണ്ട്. പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ്. ഇനി എന്താ ലോസ് എന്ന് പറഞ്ഞാൽ? ലോസ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ഇൻകം. ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ലോസ്. ലോസിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന പേരിലും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിൻ്റെ ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആണ് ഉണ്ടായതെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോസ് ആണുള്ളതെന്ന് പറയാൻ പറ്റും. അങ്ങനെ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് എന്ത്? ഗുഡ്സ്. എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് റെഫേഴ്സ് ടു കമ്മോഡിറ്റീസ്, പ്രൊഡക്റ്റ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽ. ഒരു വിൽപ്പനക്കാരൻ വിൽക്കാനായി വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെയും വസ്തുക്കളെയും ഒക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. ഗുഡ്സിനെ തന്നെ നമ്മൾ സ്റ്റോക്ക് എന്ന പേരിലും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇൻ അതർ വേർഡ്സ്, ദേ റെഫേഴ്സ് ടു കമ്മോഡിറ്റീസ് വിച്ച് ആർ പർച്ചേസ്ഡ് ആൻഡ് ആർ മെൻഡ് ഫോർ റീസെയിൽ. നമ്മൾ ഉൽപ്പന്നം വാങ്ങുകയും ആ ഉൽപ്പന്നം വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ വിൽക്കാനായി മേടിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ബിസിനസ്സിൽ വിൽക്കാനായി മേടിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗുഡ്സ്. ഗുഡ്സിനെ തന്നെ നമ്മൾ സ്റ്റോക്ക് എന്നും വിളിക്കും. സ്റ്റോക്കിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂടാ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും. ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ബിസിനസ്സിൽ വിൽക്കാതെ കിടക്കുന്ന ഉൽപ്പന്നങ്ങളെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ ബിസിനസ്സിൽ വിൽക്കാതെ കിടക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എ സ്റ്റേഷനറി മർച്ചൻറ്റ്, സ്റ്റേഷനറി ആർട്ടിക്കിൾസ് ലൈക്ക് പെൻ, പെൻസിൽ, ബുക്സ് എക്സെട്ര ഈസ് ഗുഡ്സ്. ഒരു സ്റ്റേഷനറി വിൽപ്പനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് എന്തായിരിക്കും? സ്റ്റേഷനറി ഐറ്റംസ് ആയ പെന്ന്, പെൻസിൽ, ബുക്കുകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ബിസിനസ്സിൽ വിൽക്കാനായി വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഗുഡ്സ് അഥവാ സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്കിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ സ്റ്റോക്കിനെ തന്നെ നമുക്ക് ഇൻവെൻട്രി എന്നും പറയാം കേട്ടോ. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ഇൻവെൻട്രി എന്ന് പറഞ്ഞാലും 3 ഒന്ന് തന്നെയാണ്. സ്റ്റോക്കിനെ നമുക്ക് 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും. ക്ലിയർ അല്ലേ? പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ബേസിക് ടെർമിനോളജിയാണ് പർച്ചേസ്. എന്താണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് ആർ മെൻഡ് ഫോർ സെയിൽ ഈസ് ടേംഡ് ആസ് പർച്ചേസ്. ഒരു ബിസിനസ് ക്യാഷിനോ ക്രെഡിറ്റിനോ കടത്തിനോ വിൽക്കാനായി ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? പർച്ചേസ്. ഒരു ബിസിനസ് ക്യാഷിനായിക്കോട്ടെ ക്രെഡിറ്റിനായിക്കോട്ടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി മേടിക്കുന്ന പ്രോസസ്സിനെ, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പർച്ചേസ്. ദേ മേ ബി ഐദർ ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് ആർ മെൻഡ് ഫോർ സെയിൽ ഓർ റോ മെറ്റീരിയൽസ് മെൻഡ് ഫോർ ദ ഫർദർ പ്രോസസ്സിംഗ് ആൻഡ് സെയിൽ. പർച്ചേസ് എന്താവാം? മേ ബി ഫിനിഷ്ഡ് ഗുഡ്സ്, ട്രേഡർ ആണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സ് സെല് ചെയ്യും. ഒരു മാനുഫാക്ചർ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും.
അത് പ്രോസസ്സ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് സെല് ചെയ്യും മാർക്കറ്റിൽ. ഇൻ അക്കൗണ്ടിങ് പർച്ചേസ് ഇസ് ട്രീറ്റഡ് ആസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. അക്കൗണ്ടിങ്ങിൽ പർച്ചേസിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? കാരണം പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പർച്ചേസ് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആയതുകൊണ്ടാണ് പർച്ചേസിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയേഴ്സ് പർച്ചേസ്ഡ് ഇയർലിയർ ഇസ് കാൾഡ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്. നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആ സപ്ലയർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ കൊടുക്കുക? ഡ്യൂ ടു ലോ ക്വാളിറ്റി, ബ്രേക്കേജ്, ലോ ക്വാണ്ടിറ്റി ഓർ ഷോർട്ടേജ് ഓഫ് ഗുഡ്സ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ കൊടുക്കും. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ് കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെയിൽസിനെ പറ്റിയാണ്. എന്താണ് സെയിൽസ് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഏർണിങ്സ് ഫ്രം ഗുഡ്സ് സോൾഡ് ഓർ റെസിപ്റ്റ് ഫോർ സർവീസ് റെൻഡേർഡ് ബൈ ദ ബിസിനസ്. ഒരു ബിസിനസ് ആ ബിസിനസ്സിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വഴി ആ ബിസിനസ്സിന് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സെയിൽസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എനി ബിസിനസ്. എവറി ബിസിനസ്, ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഏതാണ്? സെയിൽസ് ആണ്, വിൽപ്പനയാണ്. വിൽപ്പന ഇല്ലാതെ ഒരു ബിസിനസ്സിന് പിടിച്ചേക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് എന്താവാം? ക്യാഷ് സെയിൽസ് ആവാം, ക്രെഡിറ്റ് സെയിൽസ് ആവാം. ക്യാഷാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ക്യാഷ് സെയിൽസ് എന്നും, കടത്തിനാണ് വിൽക്കുന്നതിന് അതിന് ക്രെഡിറ്റ് സെയിൽസ് എന്നും പറയും. അസറ്റ് സോൾഡ് ഡസ് നോട്ട് കംസ് അണ്ടർ ദിസ്. അസറ്റ് സെയിൽ ചെയ്യുന്നത് നമുക്ക് സെയിൽസ് എന്ന് പറയാൻ പറ്റൂല. ഗുഡ്സിൻ്റെ സെയിൽസ് മാത്രമേ, ഗുഡ്സ് സെൽ ചെയ്തിട്ട് കിട്ടുന്ന ഏർണിങ്സ് മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാറുള്ളൂ, സെയിൽസിൽ കൺസിഡർ ചെയ്യാറുള്ളൂ. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദ കസ്റ്റമർ സോൾഡ് ഇയർലിയർ ടു ബിസിനസ് ഇസ് കാൾഡ് സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്. നമ്മൾ കസ്റ്റമർക്ക് സെൽ ചെയ്ത ഗുഡ്സ്, നമ്മൾ കസ്റ്റമർക്ക് വിറ്റ ഉൽപ്പന്നങ്ങൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്. സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? റിട്ടേൺ ഇൻവേർഡ്. സെയിൽ ഈസ് ട്രീറ്റഡ് ആസ് എ ഡയറക്റ്റ് ഇൻകം. ആ സെയിൽസിനെ നമ്മൾ ഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം സെയിൽസ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ അത്രത്തോളം ക്രൂഷ്യലാണ്. ഒരു ബിസിനസ്സിനെ മുന്നോട്ട് പോകുന്നത് ക്രൂഷ്യലായിട്ട് കിട്ടുന്ന ഇൻകാണെന്ത്? ഡയറക്റ്റ് ഇൻകം. സെയിൽസിനെ ഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടെർമിനോളജിയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. എന്താ സൺട്രി ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ? എ ഡെപ്റ്റർ ഇസ് എ പേഴ്സൺ ഓർ ബിസിനസ് ഹൂ ഓഫ്സ് മണി ടു ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആളുകളെയോ ബിസിനസ്സിനെയൊക്കെ വിളിക്കുന്ന പേരാണെന്ത്? ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഡെപ്റ്റേഴ്സിന് ഒരു അസറ്റ് ആയിട്ടാണ്, കറണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അല്ലേ. സൺട്രി ഡെപ്റ്റേഴ്സ് ഇസ് ആൾസോ നോൺ ആസ് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. സൺട്രി ഡെപ്റ്റേഴ്സിനെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നും അക്കൗണ്ട്സ് റിസീവബിൾ എന്ന പേരിലൊക്കെ അറിയപ്പെടും. പൊതുവെ ഒരു ബിസിനസിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കും ആര്? ഡെപ്റ്റേഴ്സ്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കുമല്ലോ ഒരു ബിസിനസ്സിന് ക്യാഷ് കിട്ടാനുണ്ടാവുക. ക്ലിയർ അല്ലേ? സൺട്രി ഡെപ്റ്റർ എന്താണെന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ബേസിക് ടെർമിനോളജിയാണ് സൺട്രി ക്രെഡിറ്റർ ഓർ അക്കൗണ്ട് പേയബിൾ. എന്താണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ? എ ക്രെഡിറ്റർ ഇസ് എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓവ്സ് മണി. ഒരു ബിസിനസ് ആർക്കൊക്കെയാണോ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളത് അവരൊക്കെ ആ ബിസിനസിന്റെ ആരാണ്? ക്രെഡിറ്ററാണ്. ഒരു ബിസിനസ് ആർക്കൊക്കെയാണോ അങ്ങോട്ടും ക്യാഷ് കൊടുക്കാനുള്ളത് അവരൊക്കെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. പൊതുവെ സപ്ലൈസ് ആയിരിക്കും. ഒരു ബിസിനസ്സിന് കടത്തിന് ഗുഡ്സ് ഒക്കെ കൊടുക്കുന്ന സപ്ലൈസ് ആയിരിക്കും ആ ബിസിനസിന്റെ ക്രെഡിറ്റേഴ്സ്. കാരണം അവർക്കായിരിക്കുമല്ലോ ബിസിനസ് തിരിച്ച് ക്യാഷ് കൊടുക്കാനുണ്ടാവുക. സൺട്രി ക്രെഡിറ്റേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ. ആ സൺട്രി ക്രെഡിറ്റേഴ്സിനെ തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നും അക്കൗണ്ട്സ് പേയബിൾ എന്ന പേരിലും അറിയപ്പെടും. സൺട്രി ക്രെഡിറ്റേഴ്സിനെ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ്, ഷോർട്ട് ടേം ലയബിലിറ്റി ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇത്രയും ബേസിക് ടെർമിനോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഏതൊക്കെ ബേസിക് ടെർമിനോളജി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്താന്ന് നോക്കി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് നോക്കി, അസറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അസറ്റ് നോക്കി, ലയബിലിറ്റീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ലയബിലിറ്റി നോക്കി, ക്യാപിറ്റൽ നോക്കി, ഡ്രോയിങ്സ്, ഡിസ്കൗണ്ട്, വൗച്ചേഴ്സ്, ഇൻകം, എക്സ്പെൻസ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ, പ്രോഫിറ്റ്, ലോസ്, ഗുഡ്സ്, പർച്ചേസ്, സെയിൽസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മീനിങ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. ആൻഡ് വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്,
അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി. ഡിസഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി. ദെൻ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ബേസിക് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണ് നോക്കി. ദെൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് വിവരങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ ബേസിക് ടേംസ് യൂസർ ഇൻ അക്കൗണ്ടിങ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് CSEB എക്സാമിന് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നോക്കാം. നോക്കിയേ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി, ഓപ്ഷൻ സി സോൾവൻസി, ഓപ്ഷൻ ഡി ഓവർ ട്രേഡിംഗ്. ആൻസർ വരിക ഓപ്ഷൻ എ വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഈസ് കാൾഡ്. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ കറണ്ട് അസറ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ സി ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ഡി ടാഞ്ചിബിൾ അസറ്റ്. എന്താ നമ്മൾ പറയാ, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ എന്താ പറയാ? കറണ്ട് അസറ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കറണ്ട് അസറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് OD, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് എക്സെട്ര ആർ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബിൽസ് പേയബിളും സൺട്രി ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താണ്? ഓപ്ഷൻ എ ലോങ് ടേം ലാബിലിറ്റി, ഓപ്ഷൻ ബി ഫിക്സഡ് ലാബിലിറ്റി, ഓപ്ഷൻ സി കറണ്ട് ലാബിലിറ്റി, ഓപ്ഷൻ ഡി കറണ്ട് അസറ്റ്. ബിൽസ് പേയബിളും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും സൺട്രി ക്രെഡിറ്റേഴ്സിനൊക്കെ അക്കൗണ്ടിങ്ങിൽ എൻ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി കറണ്ട് ലാബിലിറ്റി ആണ്. ഇതിനടുത്ത് റിപ്പേഴ്സ് ടു ബിൽഡിംഗ് ഈസ് എ ഡാഷ് എക്സ്പെൻഡിച്ചർ. ബിൽഡിങ്ങിന് റിപ്പയേഴ്സ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം റിപ്പയേഴ്സ് എന്ന് പറയുന്നത് റെക്കറിംഗ് നാച്ചുറൽ ഒന്നാണ്, അതിൻ്റെ എമൗണ്ട് കമ്പാരിറ്റീവ്ലി സ്മോൾ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്പയേഴ്സ് ടു ബിൽഡിങ്ങിന് റിപ്പയർ ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഈ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സർക്കുലേറ്റിംഗ് അസറ്റ് ആർ ആൾസോ കാൾഡ്. കറണ്ട് അസറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കേട്ടോ സർക്കുലേറ്റിംഗ് അസറ്റ്. ഓപ്ഷൻ എ ടാഞ്ചിബിൾ, ഓപ്ഷൻ ബി ഇൻടാഞ്ചിബിൾ, ഓപ്ഷൻ സി ഫിക്സഡ്, ഓപ്ഷൻ ഡി കറണ്ട്. അപ്പോൾ കറണ്ട് അസറ്റിനെ സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന് ഏത് അസറ്റിനെയാണ് വിളിക്കുക? കറണ്ട് അസറ്റ് ആണ് കേട്ടോ. കറണ്ട് അസറ്റിനെ നമ്മൾ ലിക്വിഡ് അസറ്റ് എന്നും ഷോർട്ട് ടേം അസറ്റ് എന്നും സർക്കുലേറ്റിംഗ് അസറ്റ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി കറണ്ട് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് വെൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴാണ് ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്നത്? ഏത് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സംഭവിക്കുന്നത്? ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ ബി പർച്ചേസ് ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ സി പേയ്മെന്റ് ഓഫ് ടാക്സ്, ഓപ്ഷൻ ഡി പർച്ചേസ് ഓഫ് സ്റ്റേഷനറി. ഇതിൽ ഏത് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിറൈവ് ചെയ്യുക? ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ഡാഷ് എൻഡ്സ്. ഏത് അവസാനിക്കുന്നിടത്ത് അക്കൗണ്ടിങ് തുടങ്ങും? ഓപ്ഷൻ എ ഓഡിറ്റിംഗ്, ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻ, ഓപ്ഷൻ സി ബുക്ക് കീപ്പിംഗ്, ഓപ്ഷൻ ഡി സ്ക്രൂട്ടിനി. ഇതിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ഇസ് മേർലി കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ മാത്രം ചെയ്യുന്ന പ്രക്രിയയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് എന്ത് തുടങ്ങും? അക്കൗണ്ടിങ് തുടങ്ങും. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ഫ്ലോ ഓഫ് മണി ഈസ് ആൻ. ഔട്ട്ഫ്ലോ ഓഫ് മണി, ക്യാഷ് പോകുന്നത് എന്താണ്? ഓപ്ഷൻ എ റവന്യൂ, ഓപ്ഷൻ ബി എക്സ്പെൻസ്, ഓപ്ഷൻ സി പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ബി എക്സ്പെൻസ് ആണ്. സോ ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് പോകുന്നത് എന്തിന് എക്സാമ്പിൾ? എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ് അല്ലേ. എക്സ്പെൻസ് നടക്കുന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുക. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് CSEB എക്സാമിന് മുൻകാല പരീക്ഷയിൽ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററായി ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.